ഹായ് ഹലോ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ട് ഹാൻഡിൽ ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഹാൻഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്ലോറൽ ബഞ്ചസ് ആണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഫ്ലോറൽ ബഞ്ചസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് കാരണം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണേ. പിന്നെ ഇവിടെ മഴ ആയ കാരണം അതിൻ്റേതായ നല്ല ക്ലിയർ കുറവുണ്ട് കേട്ടോ വീഡിയോക്ക്, ഒക്കെ എല്ലാവരും ക്ഷമിക്കണേ. പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്ത് കാണിച്ചു തരും. ഇനി നമുക്കൊരു മണ്ഡല ഡിസൈൻ കൂടി ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം. കുറച്ച് ബിസിയായ കാരണം വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ആ വീഡിയോ ആണ് കേട്ടോ ഇടുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വർക്കിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ വർക്കിന് പോയിട്ട് ആൾക്ക് ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുക, എന്നിട്ട് രണ്ട് ബാക്ക് ഹാൻഡിലേക്ക് എത്തിക്കണം കേട്ടോ. ബാക്ക് ഹാൻഡിൽ ലാസ്റ്റ് എത്തിയപ്പോൾ ആളുടെ അവിടുത്തെ ബ്രൈഡിൻ്റെ റിലേറ്റീവ് ആരാണെന്ന് തോന്നുന്നത്, ആൾ കുറേ നേരമായി ഇത് ഞാൻ ഇടുമ്പോൾ മയക്കാൻ വരിക, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും മയക്കാൻ വരിക. അങ്ങനെ ലാസ്റ്റ് എത്തിയപ്പോൾ ആളുണ്ട് മയക്കാൻ വന്നിക്കണം. അപ്പോൾ എന്നിട്ട് ആൾ പറയുക, ഇത് മായച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് വീണ്ടും പെട്ടെന്ന് ഇടാൻ പറ്റണമല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മായച്ചോ, നിങ്ങൾ മായച്ചിട്ട് നിങ്ങൾ തന്നെ പെട്ടെന്ന് ഇട്ടോ, എൻ്റെ പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരം എന്ന് വെച്ചാൽ മെഹന്തി ഇടാന്ന് പറഞ്ഞ ഒരു എളുപ്പമുള്ള പണിയാണ്. അതായത് അതിപ്പോൾ കൊണ്ട് വരക്കല്ലേ വേണ്ടുള്ളൂ, അതിപ്പോൾ പെട്ടെന്ന് കഴിയും, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് മെഹന്തി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ട്. നമുക്ക് ബാക്ക് പെയിനും അതുപോലെ ഒരുപാട് പെയിനുകളുണ്ടാവും നമുക്ക്. അതൊക്കെ നമ്മൾ മെഹന്തി ഇടുന്നവർക്കാണ് അത് അറിയുള്ളൂ. ഈ കാണുന്നവർക്ക് ജസ്റ്റ് അത് വരക്കുക, അത് രസം, അവർക്ക് സുഖം, വെറുതെ ഇരുന്ന് വരക്കാൻ വേണ്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വർക്കിന് പോയ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷേ പറ്റിയില്ല. പെട്ടെന്ന് പോയി, പിന്നെ വേഗം ഇട്ട് വരേണ്ടി വന്നു. ആൾക്ക് ഫോട്ടോഷൂട്ട് ഇതൊക്കെ ഉള്ള കാരണേ അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വർക്കിന് പോകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.